നിയമസഭയിലായാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി അതുകൂടി ഒരു പ്രധാന ഘടകമാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ലീഗിനെതിരെ ഇപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? നന്നായി വിജയിച്ച ചരിത്ര വിജയം നേടിയ ലീഗിനെയാണ് തോറ്റ പാർട്ടി അല്ലെങ്കിൽ തോറ്റ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നത് എന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ വിജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഖമാകെ മാറുന്നു. ആ മുഖത്തിന് SDP-യുടെ മുഖമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലാണ് അതിനെ കാണുന്നത്? അതായത് വോട്ട് ചെയ്ത ആളുകളെയാണ് നിന്ദിക്കുന്നത്. ടി മുഹമ്മദ് ബഷീർ നേടിയ ഭൂരിപക്ഷം എന്നത് 3,118 വോട്ടാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് ഇത്തവണ അദ്ദേഹം നേടിയത്. രാഹുലിൻ്റെ 2 തവണത്തെ ചരിത്ര നേട്ടത്തിന് തൊട്ടു താഴെയുള്ള ഭൂരിപക്ഷം. മലപ്പുറം മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് 6 ലക്ഷത്തിലേറെ വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടുന്നത്.